പറയണ സ്ഥലം സ്ഥലം എനിക്ക് വലിയ ഇഷ്ടമായി. എന്താ പറയേണ്ട സ്ഥലത്തെ പറ്റി പറയാൻ? അതുപോലെ എനിക്കൊരു അത്ഭുതത്തിൽ നിൽക്കുന്ന പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. അത്രയും മനോഹരമായ സ്ഥലം, വീടുകൾ, തണുപ്പ് ഒന്നും പറയണ്ട. എന്തൊക്കെയാണെന്ന് ഇപ്പം എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. അല്ല, എന്നാലും നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കുക. കൊള്ളാം, വളരെ നല്ല സ്ഥലം. ഇവിടുത്തെ നീറ്റ്നെസ്സിനെ കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത്? നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട, അത്രയ്ക്കും വൃത്തിയുള്ള, അതായത് ഭംഗിയുള്ള സ്ഥലം. മനുഷ്യർ അത്രയും നീറ്റായിട്ട് നോക്കുന്നില്ലേ? അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം നമുക്കുണ്ടോയെന്ന് തന്നെ അറിയില്ല. അതേപോലെയാണ് ഈ സ്ഥലത്ത് വന്നപ്പോൾ. നല്ല വൃത്തിയും എടുപ്പ് നോക്കും. നമ്മൾ എവിടെ നിന്നാലും അവിടെ ഒരു ചപ്പ അവറാവുന്നു. എല്ലാം ഇതുപോലെ കുരുമേട്, റോഡ്, വീടുകൾ, മനുഷ്യരും ഒക്കെ അതുപോലെ തന്നെ. ഒരുവിധം നല്ല രീതിയാണ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഹായ് പറയുമ്പോൾ അവർക്കൊരു മടിയില്ല. അതെ അതെ, അതായത് എല്ലാവരും കണ്ടാൽ, ആരെ കണ്ടാലും ഹായ് പറയും. അതെ, ഇവിടെ ഉള്ള ആരെ കണ്ട നമ്മളൊക്കെ തന്നെ കണ്ടാൽ ചിലപ്പോൾ നോക്കിയെങ്കിൽ നോക്കി, ഇല്ലെങ്കിൽ ഇല്ല, അതുപോലെ പോകും. പക്ഷെ ഇവിടെ ഉള്ള മനുഷ്യരാണ്, നമ്മളെ ഒരു പരിചയവും വേണ്ട, എല്ലാവരും. അപ്പൊ വേറൊരു കാര്യം ഞാൻ, അമ്മ ഇവിടെ വന്നിട്ട് എവിടെ പോയാലും പാർക്ക് കാണുന്നില്ലേ? കാണുന്നുണ്ട്. എവിടെ പോയാലും പാർക്കും ഉണ്ട്, പിന്നെ ആൾക്കാരുണ്ട്, വീടുണ്ട്, സ്കൂളും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു അതിശയം. ഏതൊരു സ്ഥലത്തോട്ട് ചെന്നാലും ആ കുറേ ആൾക്കാരും താമസമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അതായത് പറഞ്ഞത് വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടോ, കുറേ വില്ലാസ് ഉണ്ട് ഇല്ലേ? ഇങ്ങനെയുള്ള കുറേ വില്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 500 ആവാം, 1000 ആവാം, ചിലപ്പോൾ ഒരു 2000, 3000 വരെ എന്നൊക്കെ ആയിരുന്നു വരാം. അവിടെ ഇതേപോലെ ഒരു പാർക്ക് ഉണ്ടാവും എല്ലായിടത്തും. കൂടെ അവർക്കൊരു സ്കൂൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ലേ, ഒരു പാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ എന്തൊരു ജനത്തിരക്കാ. ഇവിടെ വന്നാൽ അത് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു പാർക്കിൽ ജനത്തിരക്ക് ഉണ്ടാവും? ജനത്തിരക്കും ഇല്ല, റോഡിൽ പോലും നടക്കാനൊരു തിരക്കും ഇല്ല. അതാണ് അതിൻ്റെ, എല്ലാവർക്കും നടക്കാൻ പ്രത്യേകിച്ച് ഒരു നടപ്പാത. നമ്മുടെ നാടും ഇതേപോലെയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതെ അതെ, ഇതിനേക്കാൾ വളരെ നല്ല നാടായിരുന്നു നമ്മുടെ. പക്ഷെ ശ്രദ്ധിച്ചില്ല, നാശമാക്കി കളഞ്ഞു അല്ലേ? തോന്നിയ പോലെ വീട് വെക്കുക. പണ്ടെല്ലാരും പറയും നമ്മുടെ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാടാണ്. ശരിക്കും ദൈവത്തിന്റെ നാട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴതല്ലാണ്ടായി. ഇപ്പൊ അങ്ങനെ നമ്മളത് ഇവിടെ വന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴതിന്റെ മാറ്റങ്ങളും അതൊരു അറിയും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് അമ്മ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ 3 മാസമല്ലേ? ഇപ്പൊ 3 മാസം. ഈ 3 മാസത്തിനുള്ളിൽ ഇവിടെ ഏതെങ്കിലും വല്ല കൊലപാതകമോ വണ്ടി അപകട മരണോ എല്ലാം കേട്ടോ? ഒരു ഇതും കേട്ടിട്ടില്ല. ഒച്ച ബഹളം ഒന്നും. അതാണ് അതിന്റെ ഒരു ഇത്. സമരങ്ങളും എല്ലാം കണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഈ 3 മാസത്തിനിടയിൽ നമ്മുടെ നാട്ടില് ഇല്ലേ എത്ര മരണവും എത്ര കൊലപാതകവും എത്ര അപകട മരണവും നടന്നു കാണണം അല്ലേ? ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട് മൊത്തം അങ്ങോട്ടേ മാറി. അത് ആ മാറ്റം നമ്മൾ ശരിക്കും അറിയണമെങ്കിൽ നമ്മളിങ്ങനെ വേറൊരു നാട്ടിലേക്ക് വന്നപ്പോഴാണ് എനിക്കും ഇപ്പോൾ അത് അത്രയും നമ്മുടെ നാടിനെ പറ്റി, സത്യം പറയുമ്പോൾ നാടിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു എന്താ പറയണേ, വിഷമമാണ്. കാരണം അത്രയും നല്ല നാട്. പേടിയുണ്ടോ അവിടുത്തെ ഒരു ഡാമിനെ കുറിച്ച്? നമ്മുടെ നാട്ടിലൊരു ഡാം ഉണ്ട്, അതിനെ കുറിച്ച് നമുക്ക് അതിനെ തന്നെ പേടിയാണ്. കാരണം ഇപ്പൊ മഴ വന്നാ പേടിയാണ്. എപ്പോഴാണ് എല്ലാം കൂടി നാട് കൂടി കൊലിച്ച് പോണം. അല്ല, അത് പൊട്ടുന്ന വരെയുള്ള, പൊട്ടിയാൽ ഇതെല്ലാം പിന്നെ പറയാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ആരുമില്ല. അത്ര പേടിച്ചാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ജീവിക്കുന്നത് അല്ലേ? പണ്ടൊക്കെ നമുക്ക് ഇത്രയും പേടിയില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ മഴക്കാലം വന്നാൽ എല്ലാവർക്കും, എന്റെ വിശ്വാസം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഒരു ഉൾപ്പായം. നമ്മുടെ നാട് അത്രയും ഇതായി പോയല്ലോ എന്നുള്ള ഒരു സമാധാനം ഇല്ല അവിടെ ജീവിക്കുമ്പോ ഇല്ലേ? എന്തും എപ്പോ വേണേലും സംഭവിക്കാം. ഒരുപാട് ഇല്ലേ, ഡ്രഗ്സ് കൊണ്ടുള്ള അക്രമവും എല്ലാം. എന്ത് ചെയ്യാനാ നമ്മുടെ നാട്? എന്നെങ്കിലും ഒക്കെ അത് തിരിച്ചു വരട്ടെ അല്ലേ? പണ്ട് ഇത്ര ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മളാലേക്ക് ഇപ്പോൾ എറണാകുളത്ത് ഒരു പാർക്കിൽ പോകണമെങ്കിൽ എത്ര ദൂരം പോകണം, ട്രാഫിക് കഴിഞ്ഞ് അവിടെ ചെന്നാൽ നിറയെ ജനങ്ങളും ആയിരിക്കും ഒരു വിശേഷ ദിവസം. നമ്മുടെ അവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത്, സർക്കാർ തന്നെ അത് തന്നെ എല്ലാ കാര്യത്തിനും പിന്നെ ഇത് സമരം ചെയ്യിക്കുക, അല്ലെങ്കിൽ കുറേ ഇത്. എന്നാൽ ഇങ്ങനെയുള്ള കുറച്ചും കൂടിയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ
അല്ലാതെ എനിക്ക് നമ്മുടെ നാടിനെ വെട്ട ആരും എങ്ങും ഉണ്ടാവും ഇല്ലായിരുന്നു. ഇല്ല, കാരണം ഇവിടെ നമ്മൾ കാണാതെ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചക്ക, മാങ്ങ, ഇല്ലേ, പേരക്ക, അങ്ങനെ ഒരു കൃഷിയില്ല, വാഴയൊന്നും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ട്, കായൽ, പുഴ എല്ലാം ഉണ്ട്. പക്ഷെ നാട് സൂക്ഷിച്ചില്ല, ജനപ്പെരുപ്പം തടഞ്ഞില്ല. പിന്നെ എനിക്ക് തോന്നണേ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്. ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലേ, ഇങ്ങനെ കുറെ ഗുണ്ടായിസം കാണിക്കുക, റോഡ് തടസ്സപ്പെടുത്തുക. ഇവിടെ രാഷ്ട്രീയക്കാരുണ്ടെന്ന് പോലും അമ്മ അറിയുന്നുണ്ട്. അറിയുന്നില്ല അവരുടെയായിട്ട് യാതൊരു. അതെ, എന്നാലും എന്നാൽ രാഷ്ട്രീയം ഉണ്ട് ഇവിടെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ സർക്കാരിന് ശരിക്കും കൈ കൊടുക്കണം സർക്കാർ. അതവരുടെ ചിന്താഗതിയുടെ ഒരു ഗുണം അല്ലേ. അവരതുപോലെ തന്നെയാ സർക്കാർ. അല്ല, അതെ, ഇത് കണ്ട ഇപ്പൊ ഈ കാണുന്ന പാർക്ക് പോലും ഇടക്കിടക്ക് പണിയേണ്ട കാര്യം നല്ല കൃത്യമായിട്ട് ഇതാണ് നടക്കാൻ വേണ്ടി പോലും ചെയ്തിരിക്കുന്ന റോഡ്. എന്ത് ഭംഗിയായിട്ടാണ്. അപ്പോ എന്തെങ്കിലും നമ്മുടെ നാട് അതേപോലെ ആവും എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, ആകുമെന്നുള്ള വിശ്വാസമുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അങ്ങനെയുള്ള ഭരണകർത്താക്കൾ വരട്ടെ അല്ലേ. നമുക്ക് രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നുമല്ല പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും സേഫ്റ്റി, സന്തോഷം അല്ലേ, ജോലി എല്ലാം ചെയ്യാൻ പറ്റണം. ജനങ്ങളും എല്ലാം വേണം. ജനങ്ങളും സർക്കാരും എല്ലാരും കൂടെ ഒത്തൊരുമിച്ചാൽ വീണ്ടും ചിലപ്പോ നമ്മുടെ നാട് പഴയ മാതിരി വളരെ സുന്ദരമായിട്ട് വരും. ഇപ്പോഴും കടലും കായലും കാര്യം എല്ലാം ഉണ്ട്. അതോ എല്ലായിടവും വേസ്റ്റും കാർപ്പും ചെളിയും എല്ലാം നിറഞ്ഞു പോയി. പഴയ വെള്ളമാണോ ഇന്നൊക്കെ നമ്മുടെ? ഒന്നുമില്ല. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും അമ്മ കാണുന്നില്ല ഇവിടെ വന്നിട്ട്. നമ്മള് അടുക്കളയിൽ നിന്ന് പൈപ്പിൽ നിന്ന് നേരിട്ടുള്ള വെള്ളമാണ് ഇവിടുത്തെ എല്ലാവരും എടുത്ത് കുടിക്കുന്നത്. വെള്ളമാണ് ഇവിടെ കിട്ടുന്നത്. എന്റെ കൊച്ചിലേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എറണാകുളത്ത്. പക്ഷെ ഇന്നൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല അങ്ങനെ വെള്ളം കുടിക്കാൻ. ഒരു കറണ്ട് പോയി ഞാൻ കണ്ടിട്ടില്ല. അതെ, അതെ. അതുപോലെ തന്നെ മഴ വന്ന നല്ല കാറ്റൊക്കെ വരും. ചില നേരം കാറ്റ് നമ്മളോർക്കും അയ്യോ എല്ലാം കൂടി എടുത്തു. പക്ഷെ അതല്ല, കേരളത്തിനേക്കാൾ ഇവിടെ 365 ദിവസത്തില് 360 ദിവസവും മഴയില്ലേ. മഴയാണ്. എന്നിട്ട് കരണ്ടും പോവില്ല, വെള്ളത്തിന് പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം വളരെ ശുദ്ധമായ വെള്ളം കേട്ടാ കിട്ടുന്നത് എപ്പോഴും. അതെ, അതെ, അത് സമ്മതിക്കണം. അതേ ഞാൻ പറഞ്ഞ ഇവിടുത്തെ സർക്കാരിനെ നമ്മൾ ശരിക്കും, അതായത് എനിക്ക് തോന്നുന്നത് സർക്കാരും മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളുടെയും സർക്കാരിന്റെയും ആറ്റിറ്റ്യൂഡ്, ചിന്താഗതിയാണ്. നമ്മുടെ നാട്ടിൽ അതല്ല ചിന്താഗതി. എന്ത് പറയാൻ നമുക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത് മതിയെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാം അല്ലേ. താങ്ക്സ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.